ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മാങ്ങ കൊണ്ടുള്ളൊരു ഐസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ വളരെ ഇത് ഇഷ്ടപ്പെടും. ഇപ്പോൾ നല്ല ചൂടല്ലേ, ഈ ചൂട് സമയത്തൊക്കെ പുറത്തൊക്കെ പോയി വരുന്ന സമയത്ത് നമുക്ക് ഈ ഓരോ ഐസ് വീതം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരു കുളിർമയായിരിക്കും. അപ്പോൾ ഈ ഐസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ ഇതിന് വേണ്ടി 2 പഴുത്ത മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ പഴുത്തിട്ടുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പുറമേയുള്ള തൊലിയൊന്ന് നമുക്ക് കളഞ്ഞെടുക്കണം. അതിന് വേണ്ടിയിട്ട് കത്തി വെച്ചിട്ട് മുകൾ ഭാഗം ഒന്ന് മുറിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ കൈകൊണ്ട് തന്നെ ഉരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. മുറിച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. ഈ മാങ്ങ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിതിന് വേണ്ടി എടുത്തിരിക്കുന്ന മാങ്ങ നല്ലതുപോലെ പഴുത്തിട്ടുള്ള നല്ല മധുരമുള്ള മാങ്ങയാണ്. അതുകൊണ്ട് മധുരത്തിന് വേണ്ടി ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാകും. നമുക്കിതൊന്ന് കുറച്ച് ലൂസായിട്ടാണ് കിട്ടേണ്ടതെങ്കിൽ ഇതിൽ 1/4 കപ്പ് അളവിൽ തിളപ്പിച്ചാറിയ പാല് ഒഴിച്ചു കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതിയാകും. മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിത് ഐസ് ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഐസ് ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ട്രേയുടെ ഒരു 1/4 ഭാഗം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. അതിനുശേഷം ബാക്കി വരുന്ന ക്രീം നമുക്ക് 2-3 പേപ്പർ ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പേപ്പർ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് കൊണ്ട് ഇതിൽ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് ഓരോന്നിലുമായിട്ട് 3 സ്റ്റിക്ക് വീതം വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് അടച്ച് വെക്കണം. ആദ്യം നമുക്ക് ട്രേയിലുള്ളത് അടച്ച് വെക്കാം. ഇത് നമുക്ക് ട്രേ വാങ്ങുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടിയതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് പേപ്പർ ഗ്ലാസ് അടച്ച് വെക്കണം. അതിനുവേണ്ടി ഞാനിപ്പോൾ നല്ലൊരു പേപ്പർ 3 പീസായിട്ട് എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുകയാണ്. അലൂമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ അതും ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തതിന് ശേഷം മുകളിലായിട്ട് വെച്ച് കൊടുത്ത് അടച്ച് വെച്ചാൽ മതിയാകും. ഇനി നമുക്കിത് തണുപ്പിച്ചെടുക്കാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. ഒരു 6 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്കിത് പുറത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഐസ് 6 മണിക്കൂറിന് ശേഷം റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പേപ്പർ ഗ്ലാസ്സിലുള്ളത് എടുത്ത് മാറ്റാം. നമ്മൾ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് സമയമൊന്ന് പുറത്ത് വെക്കണം. അതിന് ശേഷം വേണം നമ്മൾ പേപ്പറിൽ നിന്ന് പുറത്തെടുക്കാനായിട്ട്. ഇതുപോലെ ഒന്ന് തിരിച്ചതിന് ശേഷം നമുക്കിത് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. ഇനി നമുക്ക് ട്രേയിലുള്ളതും എടുത്ത് മാറ്റാം. ട്രേയിലുള്ളത് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടണമെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ ഒരു പാത്രത്തിൽ 1/4 ഭാഗം വെള്ളം ഒഴിച്ചതിന് ശേഷം ട്രേ അതിൽ മുക്കി വെച്ചാൽ മതിയാകും. 1 മിനിറ്റ് സമയമൊന്ന് മുക്കി വെച്ചാൽ മതിയാകും. അതിനുശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ഐസ് എടുത്ത് മാറ്റാവുന്നതാണ്. പഴുത്ത മാങ്ങ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ കിട്ടും. ഇതിൽ കൂടുതലും വൈറ്റമിൻ സി ആണ് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മളുണ്ടാക്കിയ രുചികരമായിട്ടുള്ള ഐസ് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് കഴിക്കാം. ചൂട് സമയത്ത് കഴിക്കാൻ വളരെ നല്ല രുചിയാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ്.